ഹലോ, ഇന്ന് നമുക്ക് ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാം. ഐസ്ക്രീം ബ്ലൈൻഡ് ബാഗ്, അതാണ് എൻ്റെ ഉദ്ദേശം. ആദ്യം തന്നെ നമ്മൾ ഇതാക്കുന്ന ഇതുപോലെ രണ്ട് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ ഒന്ന് ഇതുപോലെ ഒരു ഐസ്ക്രീമും ബാക്കിൽ എന്താണെന്നുള്ള കാര്യം കാണിച്ചത് ഞാൻ മറന്നുപോയി. അത് ഞാൻ വൈകാണ്ട് തന്നെ കാണിക്കാം കേട്ടോ. ബാക്കിൽ നമ്മൾ എപ്പിക് ഗിഫ്റ്റ് ആണോ, നോർമലാണോ, റെയർ ആണോ, ലെജൻഡറി ആണോ, അതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. നമ്മൾ രണ്ട് പേപ്പേഴ്സിൽ വരച്ചതാണല്ലോ, അപ്പം അതിൻ്റെ 3 പോർഷൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എത്ര വലുപ്പത്തിലാണോ ഒരു പേജ് എടുത്തത് അതേ വലുപ്പത്തിലുള്ള വേറൊരു പേജ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നടുവൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലും നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുകൊണ്ടുള്ള ഗുണം ഇപ്പോൾ എന്താണെന്ന്. അങ്ങനെ പ്രത്യേകിച്ച് ഗുണം എന്ന് പറയാൻ, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ വേറൊരു മെത്തേഡ്, അത്രയേ ഉള്ളൂ. എന്തൊക്കെ മെത്തേഡാണല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് 2 or 3 പോക്കറ്റ്സ് ഉണ്ടാക്കാം. നിങ്ങളുടെ ഗിഫ്റ്റ്സിനനുസരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. ഇതിലെ ഒരു സംഭവം ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഒന്നിലാണ് നമ്മുടെ ഗിഫ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഗിഫ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. സാധാരണ ഞാൻ 2 കണ്ടിട്ടുള്ളൂ. 2 ഇതുപോലത്തെ കവേഴ്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞാനിവിടെ 3 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 കാണിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ 3 ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഇതാണ് ആ 3. ഇനി നമുക്ക് ഇതിന്മേൽ കുറച്ച് സംഭവങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ചാണ്. ഒന്നിൽ നമ്മൾ ഇങ്ങനെ യു ഗോഡ് എന്ന് എഴുതണം. പിന്നെ ഒന്നിൽ ഇത് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒന്നിൽ ഞാനൊരു ഹേർട്ടും വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യു ഗോഡ് എന്നുള്ളതിൽ നമ്മൾ എന്ത് ഗിഫ്റ്റാണോ കൊടുക്കാൻ വിചാരിക്കുന്നത് അതിൻ്റെ കളറാണ് ഞാനവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനൊരു എപ്പിക് ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാനൊരു എപ്പിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ 2 സ്ക്വിഷി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ക്വിഷി ഉണ്ടാക്കുന്നതൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇതിന് മുമ്പ് 2 സ്ക്വിഷി ഉണ്ടാക്കിയത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നാലും പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ഒരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്യുന്നതിൻ്റെ അളവിന് തന്നെ വേറൊന്നും കൂടെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിൽ പഞ്ഞി നിറയ്ക്കുക, ഒട്ടിക്കുക. അത്രയുള്ള സ്ക്വിഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നമ്മുടെ ആ ഒരു ബ്ലൈൻഡ് ബാഗിലേക്ക് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതാണ് അടുത്തതായിട്ടുള്ള പണി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതാക്കുന്നത് നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ആ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ കാണുന്നതെല്ലാം വെക്കേണ്ടത്. അപ്പോൾ ഈ ഓരോന്നിലും ഞാൻ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്നാണ് ഇനി ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ യു ഗോഡ് എന്നുള്ള ഇതിൽ നമ്മൾ ഉണ്ടാക്കിയതിൽ കുറച്ച് നമുക്ക് തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നുണ്ടാവുമല്ലോ, അത്യാവശ്യം കാണാൻ ലുക്കും വെൽതൊക്കെ ആയിട്ടുള്ള അതൊന്ന് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ ഞാൻ ഇതുപോലെ വേറൊരു സ്കിഷിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന ഹാർട്ട് വരച്ചിട്ടുള്ളതിൽ നമുക്ക് എന്ത് ഗിഫ്റ്റാണോ കൊടുക്കാനുള്ളത് അത് നമുക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ. ഞാനിവിടെ 2 മിഠായും പിന്നെ ഒരു പിന്നുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലോണം ഓർഗനൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു ബോറ് പോലെ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ മിഠായി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി 3നും നമ്മൾ ഇതുപോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഈ ബ്ലൈൻഡ് ബാഗിൻ്റെ അകത്ത് ഇടാനുള്ള 3 ഗിഫ്റ്റ് ഒളിഞ്ഞിരിക്കുന്ന പൊതികൾ. ഇനി നമ്മൾ ഒരു ബ്ലൈൻഡ് ബാഗ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ഗിഫ്റ്റായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് പഞ്ഞിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.